താമരശ്ശേരി കൊലപാതകത്തിൽ ഷഹബാസിനെ മർദ്ദിക്കാനായി ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. വിദ്യാർത്ഥികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെടുത്തു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഷിത ജഗത്ത് വിശദാംശങ്ങൾ നൽകും. ഷിത, ബലമേറിയ എന്തോ ആയുധം കൊണ്ട് ഇടിച്ചതാണ് തലയോട്ടിക്ക് സാരമായ പരിക്കേൽക്കാനും ഒപ്പം മരണത്തിന് കാരണമായതുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിന് പിന്നാലെയാണ് നഞ്ചക്ക് ഉപയോഗിച്ചതെന്ന സംശയം ഉയർന്നത്. ഇപ്പോൾ ഈ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് നഞ്ചക്ക് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ എങ്ങനെ? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ മുതലാണ് ഈ ആയുധങ്ങൾ എന്ത് ഉപയോഗിച്ചാണ് ഷഹബാസിനെ മർദ്ദിച്ചത്, ഷഹബാസിന്റെ മരണകാരണത്തിനിടയാക്കിയ ആയുധം എന്താണെന്ന് കണ്ടെത്താനുള്ള പരിശോധനയിലായിരുന്നു പോലീസ്. ഈ 5 പേരുടെയും കുറ്റാരോപിതരായ 5 പേരുടെയും വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നഞ്ചക്ക് കണ്ടെത്തിയിരിക്കുന്നത്. താമരശ്ശേരി എസ്.ഐ സായുജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയിരുന്നത്. അതിനൊപ്പം തന്നെ വിവിധ വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്ന് 5 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം സന്ദേശം അവർ പരസ്പരം നടത്തിയ ആശയവിനിമയം ഉൾപ്പെടെ ഗ്രൂപ്പ് ഉണ്ടാക്കി നടത്തിയ ചാറ്റ് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടായിരുന്നു. ആ ചാറ്റ് ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകളാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതിൽ ശാസ്ത്രീയമായുള്ള ചിലതെല്ലാം ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള കാര്യം കൂടെ പോലീസ് പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഉള്ളത്. ഷിത, ഇതിലിപ്പോൾ ഈ മരണകാരണമായി ഈ നഞ്ചക്ക് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണോ, ആ നിഗമനത്തിൽ തന്നെയാണോ ഇപ്പോൾ പോലീസ് ഉള്ളത്? ഈ തലയോട്ടിക്ക് എങ്ങനെ ഇത്രയും സാരമായ ക്ഷതമേറ്റു എന്നുള്ളത് ഇപ്പോൾ ഈ ഷഹബാസിന്റെ പിതാവ് ഇന്ന് രാവിലെ പുതിയൊരു ആരോപണം ഉന്നയിച്ചല്ലോ. ഇവരുടെ രക്ഷിതാക്കളും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം കൈമാറിയത് രക്ഷിതാക്കളാണ്. അതുകൊണ്ട് അന്വേഷണം ആ വഴിക്കും പോകണമെന്നുള്ളൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതും കൂടി കണക്കിലെടുത്ത് അന്വേഷണം കുറെ കൂടി വിപുലപ്പെടുത്താനുള്ള നീക്കമുണ്ടോ പോലീസിന്? സൈഫുദ്ദീൻ, തീർച്ചയായും പോലീസ് ആ രീതിയിൽ, അതായത് ഇവരുടെ ഒരു ആരോപണമാണ്, ഒരു കുഞ്ഞു മരിച്ച ഒരു പാപ്പയുടെ ആരോപണമാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തെളിവ് ശേഖരിക്കുന്നതിൽ ഉൾപ്പെടെ പോലീസ് കടന്നിട്ടുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം, ഈ സംഭവം നടക്കുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ട്. അതിനൊപ്പം തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളവ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. കാരണം ഈ ഒരു കൊട്ടേഷൻ, താമരശ്ശേരിയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ അക്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ കുട്ടികളിൽ ചിലരുടെ രക്ഷിതാക്കൾ അങ്ങനെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എന്തുകൊണ്ടാണ് മർദ്ദിച്ചത്, വലിയ മർദ്ദനമേറ്റുണ്ട്, തലയ്ക്ക് പിന്നിലുള്ള മർദ്ദനമാണ് മരണകാരണമായത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നഞ്ചക്ക് എന്ന് പറയുന്ന ആ ഉപകരണം ഈ ഒരു സംഭവത്തിന് ശേഷം വിദ്യാർത്ഥികളിൽ ഒരാൾ തന്നെ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് എത്തുന്നതും. ഒടുവിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഈ ആയുധം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങൾ കൂടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകളിലൂടെ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഫോണുകൾ, വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ്, ആ ഫോണുകൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. ലാപ്ടോപ്പ്, അവർ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ചാറ്റ് ഉൾപ്പെടെ നോക്കി മറ്റേതെല്ലാം രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് പരിശോധിക്കുന്നത്. അപ്പോഴും ഈ കുട്ടികൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അവരവിടെ ആ സമയത്തുണ്ടായിരുന്നു, ആയുധം കൈമാറിയിട്ടുണ്ടോ, അതോ കുട്ടികൾ ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്ന സമയത്താണോ ആയുധം കൈവശം വെച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.